കേരള കോൺഗ്രസ് LDF-ൽ ഉറച്ചു തന്നെ. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ MLA-മാർ റോഷിയുടെ നിലപാടിനൊപ്പം മുന്നണി മാറ്റം തുറക്കാത്ത പുസ്തകമെന്ന് ജോസ് കെ മാണി. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെ കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് അടച്ചോളൂ. സമവായ ചർച്ചകളിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ലെന്ന് റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് VD സതീശൻ. രാഹുൽ മങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ന്യൂസ് 18. ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാൻ. തലയും വാലുമില്ലാത്ത ചാറ്റുകളെന്നും പെൺകുട്ടി. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ സുരക്ഷയും ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. കേസിൽ രാഹുലിന് നിർണായകം. ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വാദം കേൾക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF നിയമിച്ച ദേവസ്വം ബോർഡിന് കുരുക്ക് മുറുകുന്നു. 2017-ൽ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ചട്ടങ്ങൾ ലംഘിച്ച്. വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്നു കാട്ടി 2012-ൽ ഇറക്കിയ ഉത്തരവ് ലംഘിച്ചു. കൈമാറിയത് കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കെ. വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്ത്.